കുറച്ച് നൂൽപ്പരുവാക്കി കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഇടയിൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 6 മാസം വരെ കുട്ടിക്ക് വെള്ളം, ജ്യൂസ് ഈ വകയൊന്നും കൊടുക്കണ്ട. പിന്നെ ഇവിടെയൊക്കെ വിദേശത്തൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞ് വെക്കാറുണ്ട് കുപ്പിയിൽ. അത് നല്ലതാണ്. കുട്ടിക്ക് ഇത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഫോർമുല മിൽക്ക് കിട്ടും. അത് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. ഫോർമുല മിൽക്ക് കുട്ടിക്ക് നല്ലതാണ്. എന്താ പറയുക, അത് ഇവിടെ കൊടുക്കാറുണ്ട്. ഇവിടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അമ്മമാർ ഫോർമുല മിൽക്ക് കൊടുക്കും. അത് നാട്ടിലുണ്ടോയെന്നോ എനിക്കറിയില്ല, വേറെ രാജ്യങ്ങളിലെ കാര്യം എനിക്കറിയില്ല. അതും കുഴപ്പമില്ല, നല്ലതാണ്. ഞാൻ ബ്രസ്റ്റ് മിൽക്കാണ് കൊടുക്കുന്നത്. ഏറ്റവും കുഞ്ഞിന് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിൽക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ ബ്രസ്റ്റ് മിൽക്കിൽ കൊടുക്കുന്ന സമയത്ത് അതിലില്ലാത്തത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റമിൻ D3യുടെ ഒരു ചെറിയൊരു ഇത് മേടിച്ചിട്ടുണ്ട്. അത് ഡ്രോപ്സാണ്, വൈറ്റമിനാണ്. വൈറ്റമിൻ D3 ബ്രസ്റ്റ് ഫീഡ്. നിങ്ങൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഒരു മുലപ്പാൽ കൊടുക്കണമെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി കൊടുക്കണം കൂടെ. കാരണം മുലപ്പാലിൽ ഇല്ല, വൈറ്റമിൻ ഡി ഇല്ല. പിന്നെ അത് നന്നായിരിക്കും കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എനിക്കിപ്പോൾ ഇത്രയും പറയാനുള്ളൂ. ഇനി അടുത്തത് കുറച്ച് ബേബി ഫുഡ്സ് വെസ്റ്റേണിലുള്ള ഇവിടെയൊക്കെ കൊടുക്കുന്ന കുറച്ച് ബേബി ഫുഡ്സ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പരിചയപ്പെടുത്താം. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ കൊടുക്കുന്നതും ചേച്ചിക്ക് കുട്ടിക്ക് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇതെൻ്റെ ആദ്യത്തെ കുട്ടിയാണ്. പിന്നെ ഞാൻ കൊടുത്തൊക്കെ തുടങ്ങണേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചു. അപ്പോൾ ഏതെങ്കിലും അമ്മമാർക്ക് ഇത് മലയാളത്തിൽ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കട്ടെ വെച്ചിട്ടാണ് ഞാനിത് വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒത്തിരി കിട്ടാനുണ്ട്. ബേബി ഫുഡ്സ് എന്ന് അടിച്ചാൽ തന്നെ ഒരുപാട് വ്ളോഗ്സ് കിട്ടുന്നുണ്ട്. അതിൽ റെസിപ്പീസും ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ റെസിപ്പീസ് ഉണ്ടാക്കുന്ന വിധം ലൈവായിട്ട് വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫ്രം സൂര്യ. ബൈ.